എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷം കീം എഴുതുവാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ചെയ്യുവാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്സ് അഥവാ തെറ്റുകളാണ് പറയുവാൻ പോകുന്നത്. ആദ്യത്തെയും വളരെ പ്രധാനപ്പെട്ടതും ആയത്, ഇനി കീം എക്സാമിന് വേണ്ടി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റർ അഥവാ പുതിയൊരു ചാപ്റ്റർ എടുത്ത് പഠിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഇനി അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി അത് റിവൈസ് ചെയ്യുവാൻ സമയം ലഭിച്ചു എന്ന് വന്നേക്കില്ല. ഇത് കൂടാതെ കീം എക്സാമിന് +1 ആയാലും +2 ആയാലും ഓരോ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായി വെയിറ്റേജ് അനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചില ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കീമിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ്, കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ഇക്വേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിന് ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുക. രണ്ടാമത്തെയും വളരെ പ്രധാനപ്പെട്ടതുമായ തെറ്റ് എന്തെന്നാൽ, എല്ലാവരും സിലബസ് എല്ലാം കവർ ചെയ്യും, കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യും, പക്ഷേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയില്ല. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർഷത്തെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കീം എക്സാമിന് വേണ്ടി പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുവാനും സമയം കണ്ടെത്തുക. മൂന്നാമത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് എന്തെന്നാൽ, മറ്റുള്ളവരായി നമ്മുടെ പഠന രീതി കമ്പയർ ചെയ്യുന്നത്. കീം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഒരു തരത്തിലും ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് നല്ലതല്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പഠനത്തെ തന്നെ ബാധിക്കും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ പഠിച്ച് എടുക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കീം എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. നന്ദി.